ഗുഡ് ഈവനിങ്. പേര് വിജീഷ് വിജയൻ, സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ചെറുകുളം സ്വദേശിയാണ്. ഈ മാറ്റമായ ഒരു അവസരത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബെല്ലി സാറാണ്. ഈ അവസരത്തിൽ ഞാൻ അതിനോട് കൂടി സ്മരിക്കുകയാണ്. ഇന്ന് ഈ ഒരു മേഖലയിൽ കടന്നു എന്ന് പറഞ്ഞ അപ്രതീക്ഷിതമായിട്ടാണ്. ഇൻഷുറൻസ് മേഖലയിൽ വളരെ സീരിയസ് ആയി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ അവസരം എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. നിങ്ങളെ ഓരോ ആളുകളെ പോലെയും ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ആളുകളാണ്. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ പുതിയ ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലെ? പുതിയ ആളുകൾക്കൊന്ന് കൈവെടുത്താവോ? ആദ്യമായിട്ട് വന്ന ആളുകൾക്കൊന്ന് കൈവെടുത്താവും. നമ്മളെ ഗസ്റ്റ് ആയിട്ട് വന്ന ആളുകൾക്കൊന്ന് കൈവെടുത്താവോ? ഓക്കെ. ഇവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്, പൊന്നാര എടുത്തിട്ട് കൈയടിക്കുന്നതൊക്കെ കാര്യങ്ങളുണ്ട്. അതേമാതിരി ഞാനും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ നളന്ദ ഓഡിറ്റോറിയത്തിലേക്ക് ഞാനും കടന്നു വന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. ഒരു ചെറിയ കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പോലെ ഞാനും വന്നത്. പക്ഷെ അവിടെ വന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. കുറെ സാധാരണക്കാർ രക്ഷപ്പെട്ടത് എനിക്ക് മനസ്സിലായി. ഒരുപാട് സാധാരണക്കാരൻ രക്ഷപ്പെടാൻ പറ്റുന്ന മേഖലയാണെന്ന് മനസ്സിലായി. അങ്ങനെ പതിയെ പതിയെ ഇതിന്റെ ഓരോ പ്രോഗ്രാമുകളും പിന്നിടുന്ന സമയത്തും ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് എന്റെ മനസ്സിലേക്ക് വന്നതാണ്. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്കിത് പറ്റുമോ എന്നുള്ളത്. കാരണം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കൊക്കെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയ ആശങ്ക എന്ന് പറയുന്നത്, ഞാൻ ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. എനിക്ക് ജന്മനാ ഒരു സംസാരത്തിനൊരു വൈകല്യമുള്ള വ്യക്തിയായിട്ടാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് പരിഹാസങ്ങളും ചെറുപ്പത്തിൽ നേരിട്ട വ്യക്തിയാണ്. ഒരാളെ മുന്നിൽ പോയിട്ട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപകർഷതാബോധമായിരുന്നു എന്നെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നത്. ഒരു വിവാഹം വീട്ടിൽ പോയാലോ ഒരു ഫംഗ്ഷന് പോയാലോ ഞാൻ മുന്നോട്ടേക്ക് പോകാറില്ല. ഞാൻ ബാക്കിലോട്ട് മാറി നിൽക്കും. കാരണം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കാൻ തുടങ്ങും. സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കളിയാക്കാൻ തുടങ്ങും. ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ കളിക്കാൻ നല്ലത് മിണ്ടി കഴിഞ്ഞാൽ കുട്ടികളെ കളിയാക്കാൻ തുടങ്ങും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് പല ആളുകൾക്കും മനസ്സിലാവാത്തൊരവസ്ഥ. അതെന്നെ ഒരുപാട് പരകോട്ട് വലിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയോ ജീവിതത്തിൽ എവിടെയോ ഒരു എപ്പിസോഡിൽ വെച്ചിട്ട് ഒരു അധ്യാപകനാണ് എന്നോട് പറഞ്ഞത്, നിന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, നീ സംസാരിക്കണം, നിനക്ക് സംസാരിക്കാൻ പറ്റും. എന്നെ പ്രോത്സാഹിപ്പിച്ചത് ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ എൻ്റെ ഒരു മാഷാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ സ്വന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ വാലൊക്കെ അടച്ചിട്ട് സ്വന്തമായിട്ട് ഞാൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ ആൾക്കുള്ള ആഗ്രഹം ഇതേമാതിരി പ്രസംഗിക്കണമെന്നൊന്നുമല്ല, വലിയ ട്രെയിനറാണെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ആൾക്കൂടെ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറയുന്നത് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലായാൽ മതി. ഹലോ, ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലായാൽ മതി, എത്ര മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ സംസാരിച്ച് തുടങ്ങി, ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പര്യത്തിൽ ഞാൻ പറയുന്നതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെ എനിക്ക് നന്നായിട്ട് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് ഇരുത്തി എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ പ്രകൃതി പോലും അതിന് കൂട്ടു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്റെ അമ്മ അവിടെ ഉണ്ട്, എന്റെ വൈഫ് അവിടെ ഉണ്ട്, അച്ഛനിപ്പോ അവിടെ ഇല്ല. അച്ഛൻ എന്നെ വിട്ട് പിന്നീട് കുറച്ച് വർഷങ്ങളായി. പക്ഷെ ജന്മനാ പല ആളുകളും പറഞ്ഞ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ സമയത്തും ഇന്ന് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വിശ്വസിക്കാൻ എനിക്കറിയില്ല, എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണെന്ന് പറയുന്നത്. ഒട്ടും സംസാരിക്കാത്ത ഒരു വ്യക്തി ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹമാണ്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹമുണ്ടോ അത് നേടാൻ പറ്റുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ മീറ്റിംഗിലേക്ക് വന്ന പല ആളുകൾക്കും ഒരു സംശയമുണ്ടോ, ഞാൻ നന്നായിട്ട് സംസാരിക്കണ്ടേ, ഞാൻ നന്നായിട്ട് പ്രസംഗിക്കണ്ടേ, എന്നാലല്ലേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ? അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വിജയിക്കാൻ അതിശക്തമായ ആഗ്രഹമുണ്ടോ? ഹലോ, നിങ്ങൾക്ക് വിജയിക്കാൻ അതിശക്തമായ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിജയിച്ചിരിക്കും. ആ ഒരു കമ്പനിയാണ് MI രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കഴിവ് മാത്രമല്ല, നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ കഴിവെല്ലാം കൂടി ചേരുന്ന സമയത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഇവിടെ ഞാനിപ്പോ CTC എന്ന് പറയുന്ന റാങ്ക്, CTC എന്ന് പറയുന്ന ആ റാങ്കിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ അത് എന്റെ മാത്രം കഴിവുകൊണ്ടല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഞാൻ ഇത് CTC ചെയ്തത്. അല്ലാതെ എന്റെ ഒറ്റ ആളുടെ കഴിവുകൊണ്ടോ എന്റെ ഒറ്റ ആളുടെ പ്രയത്നം കൊണ്ടോ മാത്രമല്ല. എന്റെ കൂടെ കട്ടങ്ങി നിൽക്കുന്ന എന്റെ ടീം മെമ്പേഴ്സ് ഇന്ന് ഒരുപാട് ആൾക്കാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറയുകയാണെങ്കിൽ ശരിയല്ല, കാരണം അത്രയും ആളുകളെ പറയാനുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഇന്ന് NTC റാങ്ക് വരെയുള്ള ആളുകൾ എന്റെ ടീമിലുണ്ട്. അവരെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ CTC ആയത്. അപ്പൊ ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ടീമിന്റെ സപ്പോർട്ടാണ്. ആദ്യമായിട്ട് വന്ന ആളുടെയും പറയാണ്, നിങ്ങൾക്ക് ടീം വർക്ക് എന്താണെന്ന് അറിയില്ല, നിങ്ങളൊക്കെ സാധാരണ ജോലി എടുത്ത് സാധാരണ ജീവിക്കുന്ന ആളുകളാണ്, ടീം വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ ടീം വർക്ക് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. പഠിച്ചത്
നമ്മൾ കഴിവില്ലാത്തവരും കഴിവുള്ളവരും ഒരുമിച്ച് വിജയിക്കാൻ പറ്റുന്ന മേഖലയാണ് ഈ ഒരു MI ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബിസിനസ് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ടീമിന്റെ സപ്പോർട്ട് വേണം, ഗവൺമെന്റ് സപ്പോർട്ട് വേണം, കമ്പനിയുടെ സപ്പോർട്ട് വേണം. അതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ്. യെസ് ഓർ നോ? ഇവിടെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കമ്പനി നല്ല പ്രൊഡക്റ്റ് തന്നിട്ട് കാര്യമില്ല, കമ്പനി നല്ല മീറ്റിംഗ് തന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ കൂടെ നല്ല സ്ട്രോങ് ആയ ലീഡേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുന്നിൽ നിന്നോ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫാമിലി നമ്മുടെ കൂടെ വേണം. ശരിയാണോ? ഈ ബിസിനസിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പോയിട്ടുണ്ട്, വരുമാനമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ബാക്ക് സപ്പോർട്ട് തന്നത് എന്റെ ഫാമിലിയാണ്, എന്റെ വൈഫോടെ ഉണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ 1ാമത്തെ വർഷമാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് വൈഫോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ചെയ്തോ, ഞാൻ കൂടെ ഇരുന്നു. ഹലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യരുത്, നിങ്ങളെ ഫാമിലി ആയിട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് ഇരുത്തണം. നമ്മൾ ചെയ്യുന്ന മേഖല എന്താണ്, അതിന്റെ വലുപ്പം എന്താണെന്ന് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും നമ്മൾ നാട്ടുകാരെ പഠിപ്പിക്കാൻ പോകാറല്ലേ? രസമോ? സ്വന്തം വീട്ടുകാരുടെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പല ഭാര്യമാരും ഭർത്താവ് അറിയാതെയായിരിക്കും ഒരു പക്ഷെ ഈ പ്രോഗ്രാം ചെയ്ത് വന്നിട്ടുണ്ടാവുക. പല ഭർത്താക്കന്മാരും ഭാര്യയോട് പറയാൻ പേടിയായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് MI ലിസ്റ്റ്. ആദ്യകാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു, അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ടീമിന്റെയും കമ്പനിയുടെയും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ഇന്ന് നമ്മുടെ CTC എന്ന് പറയുന്ന റാങ്കിൽ എത്താൻ സാധിച്ചു. 5 കോടി ഏകദേശം 10 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ എനിക്കും എന്റെ ടീമിനും സാധിച്ചു എന്നതാണ് സത്യം. ആദ്യമായിട്ട് ഈ നാളത്തെ ഓഡിറ്റോറിയത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് ഒരു സാധാരണ ബൈക്കിലാണ് ഞാൻ കടന്നു വന്നത്. ഇവിടുത്തെ 108ാം റൂമിലാണ് ബെന്നി സാർ ആദ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചത്. സാർ ഒരുപാട് ആൾക്കാരെ വിളിച്ചു, പക്ഷെ ആ മീറ്റിംഗ് വന്നത് ഒരു 12 പേരാ. ആ 12 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അന്ന് ആ മീറ്റിംഗ് വരുന്ന സമയത്ത് ബൈക്ക് ഓടിച്ച് വന്ന എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ്സിലൂടെ എന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഈ കമ്പനി തന്നു. ആദ്യമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുന്നത് മൈലേജിന്റെ കൂടെയാണ്. ആദ്യമായിട്ട് വിദേശ രാജ്യം സന്ദർശിക്കുന്ന മൈലേജിന്റെ കൂടെയാണ്, സൗജന്യമായിട്ട്. ആരും കൈയടിച്ചിട്ടില്ല. ഞാൻ സാധാരണക്കാരാണ്, ഒരു ബിസിനസ്സുകാരൻ വരുന്ന ആളല്ല. വിദേശത്തേക്ക് പോകാൻ എന്താ പറയാ പാസ്പോർട്ട് പോലും പഠിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ ആദ്യത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻ മലേഷ്യ നടക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് 7 ദിവസം ഒരു കോടീശ്വരന്മാരെ പോലെ ഞങ്ങളെ കൊണ്ട് താമസിപ്പിച്ച കമ്പനിയാണ് MI ലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ബിസിനസ് വരുന്ന സമയത്ത് പോലും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാലത്ത് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണം. ഒരു ബ്രാൻഡ് ന്യൂ കാർ ഷോറൂമിൽ പോയി നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ധൈര്യം ഉണ്ടാണെങ്കിൽ കുറച്ചൊരു പൈസ വേണ്ടേ, അതുപോലെ ഉണ്ടായിരുന്നില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഓടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാ നമുക്ക് ധൈര്യം ഉണ്ടാവുക? പക്ഷെ ഞാൻ ഇന്ന് മൈലേജിലൂടെ 2ാമത്തെ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാം നേടി തന്നൊരു കമ്പനിയാണ് MI ലിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ വെല്ലിസാറോട് പറഞ്ഞിട്ടുണ്ട്, വെല്ലിസാറെ എനിക്ക് ആഴ്ചയിൽ 2:10 വേണ്ട. എന്ന് ആദ്യമായിട്ട് വന്ന ആൾക്കാർ 2:10 കേട്ട സമയത്ത് ഞെട്ടിയിട്ടുണ്ടോ? ഞാൻ വെല്ലിസാറോട് പറഞ്ഞ കാര്യം, സാർ 2:10 വേണ്ട, എനിക്കൊരു ഒരു മാസം 10,000 രൂപ കിട്ടുമോ? ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം എനിക്ക് ആ സമയത്ത് ഒരുപാട് ബാധ്യത ഉണ്ടായിരുന്നു. ഒരു 10-30,000 രൂപ മാസം എനിക്ക് അടക്കാനായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരടവടയ്ക്കാനുള്ള പൈസ കിട്ടും. അങ്ങനെ കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും എന്റെ ടീമും ഒരുമിച്ച് പണിയെടുത്ത സമയത്ത് കമ്പനിയുടെ 436ാമത്തെ ആഴ്ച നമ്മളെല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന 2,10,000 എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ഇത് വാങ്ങിയത് ഞാൻ മാത്രമല്ല, എന്റെ ടീമിൽ നിന്ന് 3 വ്യക്തികൾ ഇന്ന് 2,10,000 എന്ന് പറയുന്ന ഹീലിംഗ് അക്ഷരമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് വന്നാൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, തീരുമാനം നമ്മൾ എടുക്കുക. നമ്മുടെ തീരുമാനം ഉറച്ച തീരുമാനമാകാം. ഉറച്ച തീരുമാനവും ലയിച്ച പ്രവർത്തനവും നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കും.